Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ബേസിക്കലി എക്സ്പ്രസ് ജെഎസ് ഫ്രെയിംവർക്കിൻ്റെ ഇൻസ്റ്റലേഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോഡിൽ നമ്മൾ പറഞ്ഞിട്ട് നോഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ഫ്രെയിംവർക്കാണ് എക്സ്പ്രസ് ജെഎസ്. അപ്പോൾ ഇതൊരു മിനിമലിസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രെയിംവർക്ക് ആയതുകൊണ്ട് തന്നെ വളരെ ബിഗിനർ ഫ്രണ്ട്ലിയാണ്. ബേസിക് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് നോളജ് ഉള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ മറ്റു ജാങ്കോയോ അല്ലെങ്കിൽ ഇപ്പോൾ ലാറവലൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് ബേസിക്കലി എക്സ്പ്രസ് ജെഎസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക, ഒരു ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് എന്താണ് ഈ ഒരു NPM, നോഡിനകത്തുള്ള NPM എന്ന് പറയുന്നൊരു കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ ബേസിക്കലി NPM എന്നുള്ളത് നോഡ് പാക്കേജ് മാനേജർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് NPM. അപ്പോൾ NPM കമാൻഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നോഡിൽ പാക്കേജസ് ഒക്കെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്പ് സോഫ്റ്റ്വെയർസ് ലൈബ്രറീസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ ഈ ഒരു എക്സ്പ്രസിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണിത്. അപ്പോൾ ഇതിനകത്തൊരു empty ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് എന്ന് പറയുന്നത് NPM init ആണ്. അപ്പോൾ ഈ NPM init എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡ് പ്രൊജക്റ്റായിട്ട് ഈ ഒരു ഫോൾഡറിൽ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇനിറ്റ് കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇനിറ്റ് കമാൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ടെർമിനലിൽ നമ്മളിവിടെ ഒരു empty ഫോൾഡർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെർമിനൽ വിൻഡോ, കമാൻഡ് ലൈൻ വിൻഡോ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിൽ മൈ ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതിനകത്ത് ഫയൽസ് ഒന്നും തന്നെയില്ല. ഞാനിവിടെ NPM init കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പ്രോംപ്റ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോംപ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബേസിക്കലി ഇപ്പോൾ ഇവിടെ NPM init കൊടുത്തു എൻ്റർ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വരാൻ പോകുന്ന പ്രോംപ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ഇവിടെ പാക്കേജ് നെയിം ചോദിക്കുന്നു. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഈ ഒരു നമ്മുടെ ഫോൾഡറിൻ്റെ നെയിം തന്നെയാണ് പാക്കേജ് നെയിമായിട്ട് എടുക്കുന്നത്. അത് നമ്മൾ എൻ്റർ അടിക്കുന്നു, വേർഷൻ കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ബേസിക്കലി ഇതിൽ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ഒരു index.js എന്ന് പറയുന്ന ഫയലായിരിക്കും. അത് നമുക്കത് മാറ്റി കൊടുക്കണമെങ്കിൽ വേറൊരു പേര് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് app.js എന്ന് പറയുന്നൊരു പേര് കൊടുക്കുന്നു. അപ്പോൾ ടെസ്റ്റ് കമാൻഡ്സും കാര്യങ്ങളും നമ്മൾ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. ജിറ്റ് റെപ്പോസിറ്ററി തൽക്കാലം സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ, അതായത് ഒരു ഫയൽ നമുക്കിവിടെ package.json എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റ വെച്ചിട്ടാണ് ഈ ഒരു ഫയലിൻ്റെ ക്രിയേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷനാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ യെസ് കൊടുക്കുന്നു. അപ്പോൾ അത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു JSON ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ എന്ന് പറയുന്നത് എല്ലാ Node.js ആപ്ലിക്കേഷൻസിലും ആവശ്യമുള്ളൊരു ഫയലാണ്. അപ്പോൾ ഈ ഒരു ഫയലിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് ഫയൽ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. നമ്മുടെ ആപ്ലിക്കേഷനിലെ ഡിപ്പെൻഡൻസീസും കാര്യങ്ങളൊക്കെ റൈറ്റ് ആവുന്നത്, അതിൻ്റെ ലിസ്റ്റ് സേവ് ആവുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഫയലാണ് ഈ ഒരു package.json എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാവുന്നതെന്ന് വെച്ചാൽ എക്സ്പ്രസ് എന്ന് പറയുന്നതും ആക്ച്വലി ഈ ഒരു NPM പാക്കേജാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ NPM.js എന്ന് പറയുന്നതാണ് ആക്ച്വലി നോഡ് പാക്കേജസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ Node.jsൽ ഉള്ള പാക്കേജസ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരുപാട് പാക്കേജസ് നോഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാക്കേജ് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓരോ പാക്കേജിൻ്റെ നെയിം എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ NPM I എന്ന് പറയുന്നത് ബേസിക്കലി ഇൻസ്റ്റാൾ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് I. അപ്പോൾ നമുക്ക് എയ്തർ I അല്ലെങ്കിൽ ഇൻസ്റ്റാൾ കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് യുണീക്ക് ആയിട്ടുള്ള ഒരു പാക്കേജിൻ്റെ പേരാണ് ഈ ഒരു NPM റെപ്പോസിറ്ററിയിലെ യുണീക്ക് നെയിമാണത്. അപ്പോൾ ആ പേര് കൊടുക്കുമ്പോൾ ആ ഒരു അതിൻ്റെ ആക്ച്വൽ ജിറ്റ് റെപ്പോസിറ്ററിയിൽ നിന്ന് ആ ഒരു പാക്കേജ് നമ്മുടെ ലോക്കൽ മെഷീനിലേക്ക് ഇൻസ്റ്റാൾ ആവുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ ഈ ഒരു എക്സ്പ്രസിൻ്റെ പേരെന്ന് പറയുന്നത് എക്സ്പ്രസ് തന്നെയാണ് ഈ ഒരു പാക്കേജ് നെയിം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ കമാൻഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് ഒരു എക്സ്ട്രാ ഫ്ലാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, --save എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ --save നമ്മളൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ റിയൽ ആപ്ലിക്കേഷനിൽ എപ്പോഴും കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ആ --save ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു
പാക്കേജിൻ്റെ ലിസ്റ്റിംഗ് നമ്മുടെ ഈ ഒരു package.jsonലേക്ക് ആഡ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു കമാൻഡ് ഞാൻ എൻ്റർ അടിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആവും. node_modules എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആവും. കാരണം ഈ ഒരു ഫോൾഡറിലാണ് ആക്ച്വലി എക്സ്പ്രസ് ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബാക്കി വന്നിരിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ആയിരിക്കുന്ന ഫോൾഡേഴ്സ് എന്ന് പറയുന്നത് എക്സ്പ്രസ് വർക്ക് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള ഡിപ്പെൻഡൻസീസ് ആണ്. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കമാൻഡിൽ വന്നോളും. കാരണം എക്സ്പ്രസ് വർക്ക് ചെയ്യാനുള്ള ഡിപ്പെൻഡൻസീസ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു കമാൻഡിൽ തന്നെ ഇൻസ്റ്റാൾ ആകും. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു package.jsonൽ ഡിപ്പെൻഡൻസീസ് ആയിട്ട് ഈ ഒരു എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കും അതിൻ്റെ ഒരു വേർഷനും വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ എക്സ്പ്രസ് JS വേണം എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഈ ഒരു ഫയലിൻ്റെ package.jsന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു node_modules ഡിലീറ്റ് ചെയ്താലും ഈ ഒരു കാര്യം നമുക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ ഒരു ഫയലിലെ റെഫറൻസ് മാത്രം മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോൾഡർ തൽക്കാലം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫോൾഡർ കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഈ ഒരു കാര്യം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വീണ്ടും ഈ ഒരു npm install express എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ ഇവിടെ npm install അല്ലെങ്കിൽ npm എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു package.jsonൽ പറഞ്ഞിട്ടുള്ള ഡിപ്പെൻഡൻസീസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മൈയ ഫോൾഡറിൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇതൊരു ഗ്ലോബൽ സിസ്റ്റം വൈഡ് ഉള്ള ഒരു ഗ്ലോബൽ ഇൻസ്റ്റലേഷൻ അല്ല, ഇത് ഒരു ലോക്കൽ ഇൻസ്റ്റലേഷനാണ്. ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി അതിൻ്റെ ഫോൾഡറിലേക്ക് വീണ്ടും എക്സാക്ട് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ബേസിക്കലി ഒരു package.jsന്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫയൽ നെയിം എന്ന് പറയുന്നത് app.js ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. app.js എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇതിനകത്തായിരിക്കും നമ്മുടെ എൻട്രി പോയിന്റ്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു app.js ആണ്. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ ഒരു ഹലോ വേൾഡ് എക്സ്പ്രസ് JSൽ എങ്ങനെ ഒരു ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ എഴുതാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോഡ് മോഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഗ്ലോബലി ഈ ഒരു മൊഡ്യൂളിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത HTTP മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമുക്കിനി എക്സ്പ്രസിൻ്റെ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഡ് ഒരു ബേസിക് കോഡാണിത്. ഇത് നമ്മൾ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ലിസൺ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പോർട്ടിലാണ്. ഇവിടെ പോർട്ട് എന്ന് പറയുന്നത് 3000 ആണ്. അതുകൂടാതെ ആപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എക്സ്പ്രസിൻ്റെ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നോട്ട് സ്പേസ് ആ ഒരു ഫയലിൻ്റെ പേര് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ലോക്കൽ ഹോസ്റ്റിൽ 3000 എന്ന് പറയുന്ന ഒരു പോർട്ടിൽ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഒരു എക്സ്പ്രസ് JS ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് ഒരു URL ലോഡായിരിക്കുന്നത് ഈ ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആപ്ലിക്കേഷനിലേക്ക് വരുന്ന ഗെറ്റ് റിക്വസ്റ്റിൽ ഹോം URL അതായത് /URL ഈ സെൻഡ് ചെയ്തിരിക്കുന്ന റെസ്പോൺസാണ് ഈ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രസ് JS ആപ്ലിക്കേഷൻ. ഇതിൻ്റെ കൂടുതൽ കോഡിങ് ഓരോരോ വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ